മേഖലയിൽ ഏതെങ്കിലും ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ക്ലൗഡ് കിച്ചൺ ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ക്ലൗഡ് കിച്ചൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ലൈസൻസ് ആണ് ആവശ്യം, എന്തെല്ലാം രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ള A to Z കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. 2030 ആകുമ്പോഴേക്കും വേൾഡ് എക്കണോമിക് ഫോറം പ്രകാരം 70% ആൾക്കാരും ഓൺലൈൻ വഴി ഫുഡിനെ ആശ്രയിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടിട്ട് വേണം നമ്മളിത് ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ആളുകളില്ല, ഓർഡേഴ്സ് വരാത്ത സ്ഥലത്ത് നമ്മൾ പോയി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുക. കാരണം അത് ആളില്ലാത്ത കടയിൽ ചായ ആറ്റണ പോലെയായിരിക്കും കാര്യം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നന്നായി അനലൈസ് ചെയ്തതിന് ശേഷം എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നോക്കിയിട്ട് നന്നായി ക്രൗഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ പ്രോഫിറ്റ് വരാം. ഇതിനു വേണ്ട ലൈസൻസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ്, ഹെൽത്ത് കാർഡ്, GST, ഇത് മൂന്നുമാണ് ഇതിനാവശ്യമായി വരുന്നത്. മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റർ ആരാണ്, നിങ്ങൾ ഏത് ക്യുസീനാണ് സെലക്ട് ചെയ്യുന്നത്, ഈ ക്യുസീനിൽ തന്നെ എന്തെല്ലാം വെറൈറ്റിയാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നത്, ഏരിയയിൽ സ്പീഡ് ഓഫ് ഡെലിവറി എങ്ങനെയാണ്, ഈ 4 കാര്യങ്ങളും നിങ്ങൾ നന്നായി അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ മാർക്കറ്റിംഗ് എന്ന് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത. പിന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡേഴ്സ് തരുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതും അവർ വന്ന് കഴിക്കാനും ഇടയാവും. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫുഡിന്റെ ടേസ്റ്റും അതിന്റെ ക്വാളിറ്റിയും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക. ആ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ടിപ്സും ട്രിക്സും അതിന്റെ ലൈസൻസും കാര്യങ്ങളും എല്ലാം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.